നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൊള്ളയ്ക്ക് താഴോട്ട് വെള്ളം ഇറക്കാനില്ല. ഇന്ത്യയുടെ കാല് പിടിച്ച് മോങ്ങുകയാണ് പാകിസ്ഥാൻ. ഇപ്പോൾ പഹൽഗാമിൽ വലിയ ചതിയുമായി പാകിസ്ഥാൻ ഭീകരരെ ഇറക്കി സർവനാശം വിതച്ചപ്പോൾ അവർ ഓർത്തില്ല ഇന്ത്യയിൽ നിന്നുള്ള തിരിച്ചടി അത് സൈനികപരമായി മാത്രമായിരിക്കില്ല എന്ന്. അടി കൊടുത്തത് അവരുടെ മർമ്മത്തിട്ട് തന്നെയാണ്. ഇന്ത്യയെ നോവിക്കാൻ എല്ലാ കാലത്തും തീവ്രവാദം ഒരു ആയുധമാക്കുന്ന പാകിസ്ഥാന് അവരുടെ മണ്ണിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നാന്തരം മുന്നറിയിപ്പുകളാണ് ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളന്ന് കണ്ടു പഹൽഗാമിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന യുദ്ധം. എന്നാൽ അതൊരു യുദ്ധമായി മാത്രം അവസാനിച്ചില്ല. പഹൽഗാമിൽ ഞങ്ങൾക്ക് ഏറ്റ മുറിവിന് അത് ഉണങ്ങാൻ പോകുന്നില്ല. അതിനുള്ള മറുപടി ഞങ്ങൾ തരുമ്പോൾ അതിൻ്റെ മുറിവ് പാകിസ്ഥാനും മറക്കരുത് എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. പിന്നീട് നമ്മൾ കണ്ടു സിന്ധു നദി ജലം ഒരു തുള്ളി പോലും കൊടുക്കില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുന്നത്. അവിടെ നിന്നുള്ള വെള്ളം കുറഞ്ഞതോടെ ഇപ്പോൾ പാകിസ്ഥാൻ കരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മന്ത്രി ഖ്വാജ ആസിഫ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. അതായത് ആദ്യം നമ്മൾ കേട്ടത് സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കുമെന്നായിരുന്നു. പിന്നെ ആണവായുധം ഞങ്ങൾ പ്രയോഗിക്കുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഉടനെ കരാറിൽ വീണ്ടും ഏർപ്പെടുക എന്നൊക്കെയായിരുന്നു പാകിസ്ഥാന്റെ വെല്ലുവിളി. നമ്മൾ അതിനും പുല്ലുവില കൊടുത്തില്ല. കഴിഞ്ഞ ദിവസം വീണ്ടും ഇന്ത്യയെ ചറിഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ മന്ത്രി രംഗത്ത് വന്നു. അതിനും നമ്മൾ ഒന്നും പ്രതികരിക്കാൻ പോയില്ല. അണ്വായുധം പ്രയോഗിക്കും എന്നൊക്കെ ഇന്ത്യയോട് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ ഉണ്ടയില്ല വെടിയാണല്ലോ ഇരിക്കുന്നത്, പോയി പണി നോക്കടേ എന്ന് ഇന്ത്യക്കാർ ഖ്വാജ ആസിഫിന് മറുപടി കൊടുത്തു. ഇതിപ്പോൾ പാകിസ്ഥാന്റെ ഒരു മനോനില ആകെ തകർന്നിരിക്കുകയാണ്. ഇന്ത്യ വെള്ളം കൊടുക്കുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചില നേരത്ത് കരച്ചിലും ചില നേരത്ത് വെല്ലുവിളിയുമാണ്. ഒരു വഴിക്കൂടെ പാകിസ്ഥാന്റെ മന്ത്രി ഇത്തരത്തിൽ വെല്ലുവിളി നടത്തുമ്പോൾ മറ്റൊരു വഴിക്കൂടെ പാകിസ്ഥാൻ ഭരണകൂടം ഇന്ത്യക്ക് കത്തുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളം തരണേ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് വന്ന് വീണിരിക്കുകയാണ്. അവർക്ക് വെള്ളത്തിൻ്റെ തോതിൽ ഗണ്യമായ കുറവുണ്ടായിരിക്കുകയാണ്. അത് കൃഷിയെ ബാധിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത്, അതായത് പാകിസ്ഥാന്റെ നട്ടല് എന്ന് പറയുന്നത് ഈ പറയുന്ന കൃഷിയാണ്. അതിലും പ്രതിസന്ധി ഏറ്റതോടെയാണ് ഇപ്പോൾ ഇന്ത്യയോട് നിരന്തരം വെല്ലുവിളിയും ചില സമയത്ത് കരച്ചിലുമായിട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ വലിയ തർക്ക വിഷയമായി മാറുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപുണ്ടായ സൈനിക ആഭിമുഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സിന്ധു നദീജലത്തിലെ ജലലഭ്യതയെ ചൊല്ലിയാണ് പുതിയ പോര് മുറുകുന്നത്. വെള്ളത്തിനായുള്ള തർക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ദേശീയ താൽപര്യങ്ങൾക്ക് ഭീഷണി ഉണ്ടായാൽ ജലസുരക്ഷയെ മുൻനിർത്തി പാകിസ്ഥാൻ യുദ്ധത്തിന് പോലും മടിക്കില്ല എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വെല്ലുവിളിച്ചത്. തങ്ങളുടെ ദേശീയ സുരക്ഷയുടെ ഭാഗമാണ് വെള്ളമെന്നും ഭീഷണി ഉണ്ടായാൽ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് തയ്യാറാകുമെന്നും ഖ്വാജ ആസിഫ് ഒരു പ്രാദേശിക പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സൈനിക നടപടിയുടെ ആവശ്യമില്ല എന്നും ഖ്വാജ ആസിഫ് പറയുന്നുണ്ട്. ആണവായുധ ശേഷിയുള്ള ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ വർഷമുണ്ടായ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച 66 വർഷം പഴക്കമുള്ള സിന്ധു നദീജല കരാർ പാടെ റദ്ദാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതുവരെ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ വെള്ളം പൂർണ്ണമായും തടയാനുള്ള നടപടിയിലാണ് ഇന്ത്യയെന്ന് ജലശക്തി മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വരും വർഷങ്ങളിൽ പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്ന കടുത്ത നിലപാടിലാണ് ഇന്ത്യ. ഇതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്കേറ്റം കടുത്തിരിക്കുന്നത്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന സിന്ധു നദീജലത്തിലെ ജലവിനിയോഗം നിയന്ത്രിക്കുന്നത് ഈ കരാറാണ്. കരാർ പ്രകാരം കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. സിന്ധു നദീതടത്തെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ നിലനിൽപ്പിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. പാകിസ്ഥാനിലെ 10ൽ 9 പേരും താമസിക്കുന്നത് ഈ നദീതടങ്ങളിലാണ്. രാജ്യത്തെ 90% കൃഷിയും ജലവൈദ്യുത പദ്ധതികളും പൂർണ്ണമായും ഈ നദികളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ സാമ്പത്തിക സഹായത്തോടെ മുന്നോട്ട് പോകുന്ന പാകിസ്ഥാന്റെ തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ് ഈ നദികൾ. അതുകൊണ്ട് തന്നെ ജലലഭ്യതയിൽ ഉണ്ടാകുന്ന നേരിയ കുറവ് പോലും പാകിസ്ഥാന് വലിയ തിരിച്ചടി ഉണ്ടാകും. വെള്ളം പൂർണ്ണമായും തടഞ്ഞില്ലെങ്കിൽ പോലും ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യക്ക് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും. കൃഷി ഇറക്കുന്ന സമയത്ത് ഡാമുകൾ തുറന്നുവിട്ട് പാടങ്ങൾ വെള്ളത്തിനടിയിലാക്കാനും ജലസേചനം ആവശ്യമുള്ള സമയത്ത് വെള്ളം തടഞ്ഞുവെച്ച് കൃഷി നശിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും.
രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധിയും മാത്രമല്ല, ജലവിതരണം തടസ്സപ്പെടുന്നത് പാകിസ്ഥാനെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിച്ചിട്ടുണ്ട്. കറാച്ചിയിൽ ഉൾപ്പെടെ ജലവിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ദുർബലമാകുന്ന കറൻസിയും ഉയർത്തുന്ന പ്രതിസന്ധിയേക്കാൾ വലിയ പ്രത്യാഘാതത്തിലേക്കാണ് പാകിസ്ഥാന്റെ പോക്ക്. ദക്ഷിണ കറാച്ചിയിലും കിഴക്കൻ കറാച്ചിയിലും ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ ജലവിതരണം തടസ്സപ്പെടുന്നുണ്ട്. ഇപ്പോഴും കറാച്ചി വാട്ടർ ആൻഡ് സീവറേജ് കോർപ്പറേഷൻ സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. പലർക്കും ശുദ്ധജലം ലഭ്യമാകാതാകാൻ ഇത് കാരണമായി. കാർഷിക മേഖലയെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്നവർക്കും പ്രതിസന്ധിയാണ്. ഇന്ത്യ ജലവിതരണ കരാറുകൾ നിർത്തലാക്കിയത് പാകിസ്ഥാനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ കൃഷി, നഗരത്തിലെ ജലവിതരണം എന്നിവയിൽ പ്രതിസന്ധിയുണ്ട്. ഭാവിയിൽ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയാണിത്. ജലസേചനത്തിനായി പാകിസ്ഥാൻ സിന്ധു നദീ സംവിധാനത്തെ വളരെ അധികം ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടാതെ വരുമ്പോഴുള്ള വെപ്രാളം. കാർഷിക മേഖലയുടെയും ഗ്രാമീണ ഉപജീവന മാർഗത്തിന്റെയും പ്രധാന ഭാഗമായതിനാൽ കരാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പ്രതിസന്ധി കടുക്കും. ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തിക അസ്ഥിരത പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ്. ഇതിനിടയിലാണ് ജലവിതരണത്തിലെ തടസ്സം വലിയ പ്രതിസന്ധിയായത്. ലാഹോർ, മുൾട്ടാൻ, കറാച്ചി എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പാകിസ്ഥാൻ നഗരങ്ങൾ വെള്ളത്തിനും മറ്റ് നഗര ആവശ്യങ്ങൾക്കും സിന്ധു നദിയെ ആശ്രയിക്കുന്നുണ്ട്. അതായത് ജലവിതരണം തടസ്സപ്പെടുന്നത് ദശലക്ഷക്കണക്കിന് പാകിസ്ഥാൻ നഗരവാസികൾക്ക് തിരിച്ചടി ഉണ്ടാക്കും. വരൾച്ച ഘട്ടങ്ങളിൽ ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. പാകിസ്ഥാന്റെ GDPയിൽ കാർഷിക മേഖല ഗണ്യമായ സംഭാവനകൾ നൽകുന്നുണ്ട്. ജലലഭ്യതയ്ക്കായി ബദൽ മാർഗങ്ങൾ തേടിയില്ലെങ്കിൽ പാകിസ്ഥാൻ കടുത്ത തകർച്ച നേരിടേണ്ടി വരും. പാകിസ്ഥാന്റെ ജലസംഭരണ ശേഷി പരിമിതമാണ്. ജലപ്രവാഹത്തിലെ കാലാനുസൃതമായ ഏറ്റക്കുറച്ചിലുകൾ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തെ ബാധിക്കും. നിരവധി ഘടകങ്ങൾ മൂലം പാകിസ്ഥാൻ സങ്കീർണമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ദുർബലമാകുന്ന കറൻസിയും പാക് സമ്പദ് വ്യവസ്ഥയെ നട്ടെല്ലൊടിച്ചിട്ടുണ്ട്. നദീജല കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇന്ത്യയെ കൊണ്ടൊരു തീരുമാനം എടുപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ആവശ്യം. ഇന്ത്യയുടെ നദിയിൽ പാകിസ്ഥാൻ അവകാശമില്ലെന്ന നയത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദഗതികൾ ഒരുപാട് വരുന്നുണ്ട്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ പാകിസ്ഥാൻ ഭരണകൂടം വിമർശിക്കുന്നത് അവർ ഇടയ്ക്കിടെ വെല്ലുവിളിയുമായിട്ടും ഇടയ്ക്കിടയ്ക്ക് കരച്ചിലുമായിട്ട് വരുന്നതിനും കാരണം അവരുടെ ജീവനാഡി അതായതുകൊണ്ടാണ്. ഭീകരത യുദ്ധപ്രവൃത്തിയാണെന്നും ഇത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഇടയ്ക്കിടെ യുദ്ധത്തിലാണ് എന്നൊക്കെ ഇവർ വാദിക്കുന്നുണ്ട്. പാകിസ്ഥാന് വെള്ളം നൽകാതെ ഒരു യുദ്ധമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പാക് ഭരണകൂടം പറയുന്നത്. എന്നാൽ എത്രയൊക്കെ കിടന്ന് വാദിച്ചാലും എത്രയൊക്കെ കിടന്ന് വായിട്ടലച്ചാലും ഇന്ത്യയുടെ ഒരൊറ്റ നിലപാടാണ്: ആയുധം താഴെ വയ്ക്കുക, തീവ്രവാദം അവസാനിപ്പിക്കുക, എന്നിട്ട് നമുക്ക് വെള്ളത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന്. അതിനിടയിലാണ് സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞാൽ ആ നദിയിലൂടെ ഇന്ത്യക്കാരുടെ ചോര ഒഴുക്കും എന്ന് പറയുന്നത്. ആദ്യം നിവർന്നു നിന്ന് ഇന്ത്യക്കെതിരെ നട്ടെല്ല് വളയ്ക്കാതെ നിവർന്നു നിന്ന് തല ഉയർത്തിപ്പിടിച്ച് ഒരു വാക്കെങ്കിലും പറയാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടാകുന്ന കാലത്ത് നമ്മൾ സമ്മതിക്കാം ഇന്ത്യയെ കയറി അങ്ങ് ഞൊട്ടുമെന്ന്. ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാന് കഴിയില്ല ഒരു കാലത്തും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ: നിങ്ങൾ തീവ്രവാദം കൊണ്ടാണ് കളിക്കുന്നത്. ഇവിടുന്നുള്ള തിരിച്ചടി നേരിട്ടായിരിക്കും, പിന്നിൽ നിന്നുള്ള കുത്തല്ല. പക്ഷേ പാകിസ്ഥാൻ അറിയാവുന്നത് പിന്നിൽ നിന്ന് കുത്താനാണ്. എന്തായാലും പാകിസ്ഥാന് വെള്ളമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.